കഴിഞ്ഞ 2 ദിവസം നമ്മുടെ ഉപവാസ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച പ്രിയപ്പെട്ടവരുണ്ട്, അതുപോലെ കഴിയാതെ പോയവരുണ്ട്. എല്ലാവരെയും കർത്താവ് ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. കർത്താവിന്റെ വരവാസന്നമായിരിക്കുകയാണ്. ലോക സംഭവങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. യഹൂദൻ ഒരു ദേവാലയം പണിയുവാൻ എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ അവർക്ക് ദേവാലയം പണിയുമെങ്കിൽ അവസാനത്തെ ശത്രുവിനെ കൂടെ തോൽപ്പിച്ചിട്ടേ പറ്റത്തുള്ളൂ. ലോക രാഷ്ട്രങ്ങളിൽ ഇപ്പോഴത്തെ അവരുടെ ഏറ്റവും ശത്രു ഇറാനായിട്ടാണ് അവർ കാണുന്നത്. അവിടുത്തെ ഭരണാധികാരി ഇന്നലെ കൊല്ലുവാനിടയായി. ഗൾഫ് രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിലെല്ലാം അനേക പ്രതിസന്ധികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാവിലെ ഒറ്റ ദിവസം കൊണ്ട് കേരളത്തിലെയും അതുപോലെ ഇന്ത്യയിലെയും ലോകത്തിന്റെ പല സ്ഥലത്തെയും ഫ്ലൈറ്റുകളെല്ലാം നിന്നിരിക്കുകയാണ്. ഇതെല്ലാം നമ്മുടെ അനേക പ്രിയപ്പെട്ടവർ വിദേശ രാജ്യങ്ങളിലുണ്ട്. ഗൾഫ് രാജ്യങ്ങളിൽ, യൂറോപ്യൻ രാജ്യങ്ങളിൽ, എല്ലാ രാജ്യങ്ങളിലും ഉണ്ട്. ഈ ദിവസങ്ങൾ ദൈവമക്കൾ ശക്തമായി പ്രാർത്ഥിക്കണം. നമ്മുടെ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും ഞങ്ങൾ സഭയായി പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് വിദേശ രാജ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കും. ഇനിയും നമ്മൾ തുടർന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിട്ട് ഒരു വലിയ സമാധാനത്തിന് വേണ്ടി ദിവസങ്ങൾ അവിടെ പ്രതികൂലം ഉണ്ടായ നമ്മുടെ ഇന്ത്യയും ബാധിക്കും. ഇന്ധനങ്ങൾ കിട്ടാതാവും, പെട്രോളിന് വില കൂടും, സാധനങ്ങളെല്ലാം വില കൂടും, ജനജീവിതമെല്ലാം സ്തംഭിക്കുവാനിടയാകും. അതുകൊണ്ട് ഒരു ദൈവ സമാധാനത്താൽ നമ്മുടെ രാജ്യങ്ങളെ കർത്താവ് നിറയ്ക്കട്ടെ. നമ്മുടെ സഹോദരങ്ങളെ, മക്കളെയൊക്കെ കർത്താവിടെ സൂക്ഷിക്കട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഞാനൊരു കർത്തദാസൻ എന്ന നിലയിൽ എന്റെ നോട്ടത്തിലോ സംസാരത്തിലോ ಚಿಂತೆയിಲೋ നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് ഓർപ്പിക്കുക. കർത്താവിന്റെ മേശ നമ്മുടെ മധ്യയിലുണ്ടല്ലോ. അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി നമുക്കൊരു വചനം വായിക്കാം. ആവർത്തന പുസ്തകം 1-ാം അധ്യായത്തിന്റെ ആവർത്തനം 29 മുതൽ 31 വരെയുള്ള ഭാഗ്യരാഗ് മലയാളത്തിൽ അപ്പോൾ ഞാൻ നിങ്ങളോട്, നിങ്ങൾ ഭ്രമിക്കരുത്, അവരെ ഭയപ്പെടുകയും അരുത്. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾ കാണുകയാൽ മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെയൊക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു എന്ന് നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. മതി. ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വാക്യങ്ങളൊക്കെ നമ്മൾ വായിച്ച് പലപ്പോഴും പല പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. എന്നാൽ ഇന്ന് പകൽക്കാലം ദൈവാത്മാവ് അതാണ് നമ്മളെ ഓർപ്പിക്കുവാൻ പോകുന്നത്. ആ ചില വാക്യങ്ങൾ നമ്മൾ വായിച്ചാൽ മോശ ഇസ്രായേൽ മക്കളെ ധൈര്യപ്പെടുത്തുകയാണ്, ബലപ്പെടുത്തുകയാണ്. നമ്മുടെ ദൈവം ഒരു ദൈവ പൈതലിനെ അവരുടെ കുടുംബത്തെ വിജയകരമായി നടത്തും എന്നാണ് അതിനകത്ത് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടേണ്ട, ഭ്രമിക്കേണ്ടെന്ന് അവിടെ കാണുകയാണ്. ഇതിന്റെ പശ്ചാത്തലം ഇതാണ്. ഇസ്രായേൽ മക്കൾ അല്ലെങ്കിൽ മിസ്രൈമിൽ നിന്ന് കനാനിലേക്ക് യാത്ര ചെയ്യുന്നു. ആ യാത്ര മധ്യ അനേക പ്രതികൂലങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. അനേക പ്രതിസന്ധികൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ അവർ അതിനെയൊക്കെ തരണം ചെയ്തവർ മുമ്പോട്ട് പോവുകയാണ്. അവസാനം മോശ 12 ഗോത്രങ്ങളെ കനാൻ ദേശം വിട്ടു നോക്കുവാനായി അങ്ങനെ അവർ ദേശമെല്ലാം ഉറ്റുനോക്കി. അവർ തിരിച്ചു വന്നിട്ട് 10 പേരും അധൈര്യത്തിന്റെ വാക്കുകൾ പറഞ്ഞ് ജനത്തെ ക്ഷീണിപ്പിക്കുവാനായി. എന്നാൽ 2 പേർ യോശുവയും കാലേബും മാത്രം ധൈര്യത്തിന്റെ വാക്കുകൾ പറയുവാനിടയായി. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്ന ഒരു കാര്യം,
നമ്മുടെ ധൈര്യത്തെ ചോർത്തിക്കളയുവാൻ, നമ്മുടെ ധൈര്യത്തെ ഇല്ലാതാക്കുവാൻ ശത്രു പലപ്പോഴും പല പണികളും നമുക്ക് വേണ്ടി ചെയ്യും. ನಮ್ಮ ಧೈರ್ಯವನ್ನು ಇಲ್ಲದೆ ಮಾಡಲು ಶತ್ರು ಅನೇಕ ಕ್ರಿಯೆಗಳನ್ನು ಮಾಡಬಹುದು. ശത്രുവിനെ കണ്ട് ഭയപ്പെട്ടു പോയാൽ നമുക്ക് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല. ಶತ್ರುವನ್ನು ನೋಡಿ ಭಯದೊಂದಿಗೆ ಹಿಂದೆ ಹೋದರೆ ನಮಗೆ ಮುಂದೆ ಹೋಗಲು ഈ ಸಾಧ್ಯವಿಲ್ಲ. വിശ്വാസ ജീവിതം ക്രിസ്തുവിൽ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്ന ഒരു ಈ ജീവിതമാണ്. ಕ್ರಿಸ್ತಿಯ ಜೀವನ ನಾವು ಕ್ರಿಸ್ತನಲ್ಲಿ ನಾವು ಆಶ್ರಯವೆಕ್ಕಿ ನಾವು ಮುಂದೆ ಹೋಗಬೇಕು. ആ കർത്താവിന്റെ സാന്നിധ്യം നമുക്കുണ്ടെങ്കിൽ വിജയകരമായി ക്രിസ്ത്യ ജീവിതം നയിക്കുവാൻ കഴിയും. ಕರ್ತನ ಸಾನ್ನಿಧ್ಯ ನಮಗಿದ್ದರೆ ವಿಜಯಕರವಾಗಿ ಕ್ರಿಸ್ತಿಯ ಜೀವನ ನಡೆಸಲು ಸಾಧ್ಯ. അപ്പോൾ ഈ 10 പേര് വന്ന് ജനത്തെ കലക്കുവാൻ ഇടയായി. ಈ 10 ಜನರು ಬಂದು ಜನರನ್ನು ಈ ರೀತಿ ಡಿಸ್ಟರ್ಬ್ ഇന്ന് പകൽക്കാലിരിക്കുന്ന ദൈവജനത്തോടൊക്കെ പറയുവാനുള്ള ഒരു കാര്യമുണ്ട്. ಇಲ್ಲಿ ಬಂದಿರೋ ದೇವರ ಮಕ್ಕಳಿಗೆ ಹೇಳಬೇಕಾಗಿರೋ ಮಾತು, നിങ്ങളുടെ വാക്കുകൊണ്ട് ആരെയും കലക്കരുത്. ನಮ್ಮ ಮಾತು ಮೂಲಕ ಯಾರನ್ನು ನಾವು ഇന്ന് അനേക സാക്ഷ്യങ്ങൾ ഇവിടെ കേട്ടല്ലോ. ಅನೇಕರ ಸಾಕ್ಷಿ ನಾವು ಕೇಳಿದ್ದೇವೆ. എന്റെ വാക്കിലോ ചിന്തയിലോ എന്തെങ്കിലും വന്നുകൊണ്ടെങ്കിൽ ನನ್ನ ക്ഷമിക്കണം. ಮಾತಿನಲ್ಲೋ ಚಿಂತೆಯಲ್ಲಿ ಏನಾದ್ರೂ ಬಂದ್ರೆ ಕ್ಷಮಿಸಿ. കാരണം നമ്മുടെ വാക്കുകൾ മുറിവേൽക്കുന്ന വാക്കുകളാണ്. ಯಾಕಂದ್ರೆ ನಮ್ಮ ಮಾತು ಅನೇಕರಿಗೆ ಅದು ಗಾಯಪಡಿಸುವ, മറ്റുള്ളവരെ അധൈര്യപ്പെടുത്തുന്ന വാക്കുകളാണ്. ಅನೇಕರಿಗೆ ಅಧೈರ್ಯ ಕೊಡುವ ಮಾತು ಬರಬಹುದು. ധൈര്യപ്പെടുത്തുന്ന വാക്കുകളുമുണ്ട്, അധൈര്യപ്പെടുത്തുന്ന വാക്കുകളും. ಧೈರ್ಯ ಕೊಡುವ ಮಾತು ಇದೆ, ಅಧೈರ್ಯ ಕೊಡುವ ಮಾತು ಇದೆ. ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ നമ്മൾ കൂട്ടുവിശ്വാസികൾ തമ്മിൽ ಆಗ പറയണം. ನಮ್ಮ ಬಾಯಿಂದ ಧೈರ್ಯ ಕೊಡುವ ಮಾತು ನಾವು ദൈവദാസന്മാർ തമ്മിൽ കൂടുമ്പോൾ അങ്ങനെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകൾ പറയണം. ದೇವದಾಸರು ಸೇರುವಾಗ ಧೈರ್ಯದ ಮಾತು, നമ്മുടെ മക്കൾ തമ്മിൽ കൂടുമ്പോൾ അങ്ങനെ പറയണം. ಮಕ್ಕಳು ಸೇರುವಾಗ ಪ್ರಕಾರ അപ്പോൾ നമ്മുടെ വാക്കുകളൊക്കെ ധൈര്യപ്പെടുത്തുന്ന വാക്കുകളായി തീരണം. ಮಾತು ಇನ್ನೊಬ್ಬರನ್ನ ಧೈರ್ಯಪಡಿಸುವುದು. അപ്പോൾ ഈ 10 ഗോത്രക്കാർ വന്ന് ഇസ്രായേൽ ജനത്തെ കലക്കി. ಆಗ ಈ 10 ಗೋತ್ರದ ಬಂದಿರೋ ಜನರು ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳನ್ನು അവരെല്ലാം പറയും ഞങ്ങൾക്ക് ഇനി എവിടെയും പോകണ്ട, ഇവിടെ നിന്നാ മതി. ನಾವು ಎಲ್ಲೂ ಹೋಗೋದು ಬೇಡ, ಇಲ್ಲೇ ಇರದೆ ಸಾಕು. ഇന്നും അനേകര് വിശ്വാസ ജീവിതത്തിൽ ധൈര്യമായിട്ട് ഇറങ്ങി. ಇವತ್ತು ಅನೇಕರು ವಿಶ್ವಾಸ ಜೀವನದಲ್ಲಿ ಧೈರ್ಯವಾಗಿ എന്നാൽ ജീവിതത്തിൽ പ്രതികൂലങ്ങൾ വന്നപ്പോൾ അവരവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുക. ಜೀವನದಲ್ಲಿ ಪ್ರತಿಕೂಲ ಬಂದಾಗ ಅಲ್ಲೇ ಅವರು ഇന്ന് ನಿಂತ್ಕೊಂಡಿದ್ದಾರೆ. പകൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്ന കാര്യം, ಇಂದು ಬೆಳಗ್ಗೆ ಸಮಯದಲ್ಲಿ ದೇವರಾತ್ಮ ಹೇಳುವ നിങ്ങളെ ವಿಷಯ, ദൈവം വിളിച്ചിരിക്കുന്ന ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിൽക്കുവാൻ വേണ്ടിയല്ല. ದೇವರು ನಿಮ್ಮನ್ನು കರೆದಿರೋದು ಒಂದು ಫುಲ್ ಸ್ಟಾಪ್ ಹಾಕಿ ಅಲ್ಲಿ നിങ്ങൾക്കൊരു അനുഗ്രഹിക്കപ്പെട്ട ഒരു യാത്രയുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട ക്രിസ്തീയ ജീവിതം. ನಿಮಗೆ ಒಂದು ಆಶೀರ್ವಾದ ಹೊಂದಿರೋ ಕ್ರಿಸ್ತ ಜೀವನ ಇನ್ನು ಮುಂದೆ ಇದೆ. ആ ജീവിതം എന്താണെന്ന് മനസ്സിലാക്കി സ്റ്റെപ്പുകൾ വെക്കുവാൻ ഈ വാക്യപ്രകാരം ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. ಪರಿಚಿತ ಎಂಬುದಾಗಿ ತಿಳಿದು ಮುಂದೆ ಸ್ಟೆಪ್ ಇಕ್ಕಬೇಕೆಂಬುದಾಗಿ ದೇವರಾತ್ಮ അപ്പോൾ ಹೇಳುವುದು. ഇവിടെ പറയുകയാണ് മോശ. ಆಗ ಇಲ್ಲಿ ಮೋಸ ಹೇಳುವುದು, അതിന്റെ 29 മുതൽ വായിച്ചേ. അപ്പോൾ ഞാൻ നിങ്ങളോട് ആ. നിങ്ങൾ ഭ്രമിക്കരുത്. കേട്ടോ, മോശ ഒന്നാമത് പറയാ നിങ്ങൾ ഭ്രമിക്കരുത്. ಮೋಸ ಹೇಳುವುದು ನೀವು ಭಯ അടുത്തായി അവരെ ഭയപ്പെടുകയും അവരെ ഭയപ്പെടുകയും വരുത്. ನೀವು ಅವರನ್ನು ಭಯ ആരെ? ശത്രുവിനെ കണ്ട് ഭയപ്പെടരുത്. ನೀವು ಶತ್ರುವನ್ನು ನೋಡಿ ആ ಭಯಭೀತರಾಗಿ ശത്രുവിനെ ദൈവമക്കൾ ജയിക്കുന്നവരായി തീരണം. ಆ ಶತ್ರುವನ್ನು ದೇವರ ಮಕ್ಕಳು ಜಯಿಸುವರಾಗಿ. അടുത്തായി നിങ്ങളുടെ ദൈവമായ യഹോവ ആ. നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. കണ്ടോ, നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ. നടക്കുന്നു. അപ്പോൾ ഒരു ദൈവ പൈതലിന് ഒരു ബോധ്യം വേണം. ಒಂದು ದೇವರ ಮಕ್ಕಳಿಗೆ ಒಂದು ಬೋಧ್ಯವಿರಬೇಕು. എന്റെ ദൈവം എന്റെ മുമ്പിലുണ്ട്. ನನ್ನ ದೇವರು ನನ್ನ ಮುಂದೆ ಇದ್ದಾರೆ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? പ്രൈസ് ദി ലോർഡ്. ನನಗೆ ಸಂತೋಷ. എന്റെ യേശു എന്റെ മുമ്പിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ಯೇಸು ನನ್ನ ಮುಂದೆ ಇದ್ದಾರೆ. അതുകൊണ്ട് എനിക്ക് ഭയപ്പെടാനൊന്നുമില്ല, ನನಗೆ ಭಯಪಡಲು ಏನು ഭ്രമിക്കാനൊന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. ಭಯಪಡಲು ಏನು ಅವಶ್ಯಕ? അല്ല, നമ്മുടെ കുഞ്ഞു പിള്ളേരൊക്കെ എങ്ങനെയാണെന്നറിയോ? ചെറിയ പ്രായത്തിൽ മാതാപിതാക്കളുടെ കയ്യെ പിടിച്ചാണ് നടക്കുന്നത്. ಆಗ ಚಿಕ್ಕ ಮಕ್ಕಳು ತಮ್ಮ ಚಿಕ್ಕ ಪ್ರಾಯದಲ್ಲಿ ತಂದೆ ತಾಯಿಯ ಕೈಯನ್ನು ಹಿಡಿದು ನಡೆಯುತ್ತಿದ್ದಾರೆ. അവർക്കൊരു വലിയ ധൈര്യമാണ്. ಆಗ ಆ ರೀತಿ ಮಾಡುವಾಗ ಅವರಿಗೆ ದೊಡ್ಡ എത്ര പേര് ഇങ്ങനെ ಧೈರ್ಯ. കയ്യെ പിടിച്ച് നടന്നിട്ടുണ്ട്? ಎಷ್ಟು ಜನರು ಆತರ ಕೈಯನ್ನು ಹಿಡಿದು കേട്ടോ, ನಡೆಯುತ್ತಿದ್ದಾರೆ. കയ്യെ പിടിച്ച് നടക്കുക. ಆಗ ಕೈಯನ್ನು ಹಿಡಿದು ನಡೆಯುತ್ತಿದ್ದಾರೆ. കാരണം അവരുടെ കൂടെ ആരുണ്ട്? ಅವರ ಜೊತೆ ಯಾರಿದ್ದಾರೆ? അവർ സ്നേഹിക്കുന്ന മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ സഹോദരനുണ്ട്. ಅವರು Praise the ಪ್ರೀತಿ Lord. ಮಾಡುವ ತಂದೆ ತಾಯಿ ಸಹೋದರರು ಸಹೋದರಿ ಯಾರಾದ್ರೂ ಇದ್ದಾರೆ? അപ്പോൾ മോശ പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഭ്രമിക്കണ്ട. ಅದೇ ರೀತಿ ಮೋಸ ಹೇಳುವುದು, ನೀವು ಭಯಪಡಬೇಡಿ, നിങ്ങളുടെ മുമ്പിൽ ദൈവമുണ്ട്. ನಿಮ್ಮ ಮುಂದೆ ದೇವರಿದ್ದಾರೆ. ഇന്ന് പകൽക്കാലം ദൈവജനത്തോട് പറയുവാനുള്ളതാണ്. ಇಂದು ಬೆಳಗ್ಗೆ ಸಮಯದಲ್ಲಿ ದೇವರ ಮಕ್ಕಳಿಗೆ ಹೇಳಲು, നിങ്ങൾ ഏത് വിഷയത്തിലാണ് ഭാരപ്പെട്ട് ಯಾವ ഭയപ്പെട്ടിരിക്കുന്നത്? ವಿಷಯದಲ್ಲಿ ಭಾರತಕ್ಕೆ എന്റെയും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെയും മുമ്പിൽ യേശു ഉണ്ട്. പ്രൈസ് ദി ನಮ್ಮ ಮುಂದೆ ലോർഡ്. ಯೇಸು ಸ್ವಾಮಿ ಇದ್ದಾರೆ. നമ്മുടെ യേശുവിനെ മുമ്പേ നടത്തണം. ನಮ್ಮ ಯೇಸು ಸ್ವಾಮಿ ನಮ್ಮ ಮುಂದೆ ನಡೆಸಬೇಕು. അല്ലെ, നമ്മുടെ ഫാമിലി ആയിട്ടൊക്കെ മിക്കവാറും നടന്നു പോകുമ്പോൾ ಫ್ಯಾಮಿಲಿಯಾಗಿ ನಡೆಯುವಾಗ കുടുംബനാഥനായിരിക്കും മുമ്പേ. ಕುಟುಂಬದ ಲೀಡರ್ ಆಗಿದೆ ಮುಂದೆ ಹೋಗುದು. സഹോദരിമാരൊക്കെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അവരുടെ പുറകെ നടക്കും. അങ്ങനെയല്ലേ? മിക്കവാറും അങ്ങനെയാ. ಆ ರೀತಿ ಆಗಿದೆ. എന്നാൽ ചിലടത്ത് കണ്ടിട്ടുണ്ട് സഹോദരിമാരെ മുമ്പേ നടക്കുന്നത്. ಕೆಲವರಲ್ಲಿ ಸಹೋದರಿಗಳು അതിന്റെ പുറകെയാണ് ഭർത്താവും മക്കളും ഒക്കെ നടക്കുന്നത്. ಗಂಡನ ಮಕ್ಕಳು ಹಿಂದೆ ಬರ್ತಾರೆ. കേട്ടോ, ഇവിടെ പറയുകയാണ്, ಹೇಳುವುದು, എന്നാൽ ഭൂരിപക്ഷം പോലും നടക്കുന്നത് സഹോദരന്മാരെ മുമ്പേ നടക്കുന്നത്. ಸಹೋದರರಾಗಿದೆ ಮುಂದೆ അല്ലെ, നമ്മൾ മന്ത്രിമാരൊക്കെ പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ಮಂತ್ರಿಯವರು ನಡೆಯುವ ഇവിടെ MLA മാരൊക്കെ വരുമ്പോൾ MLA മുമ്പിലുണ്ട്, അവരുടെ കൂടെയാണ് അനുയാജികളൊക്കെ പോകുന്നത്, ചോട്ടാ നേതാക്കന്മാരൊക്കെ പോകുന്നത്. ಆಗ ಒಂದು ಮೈನ್ ವ್ಯಕ್ತಿ ಮುಂದೆ ಹೋಗುತ್ತಾರೆ, ಅವರ ಹಿಂದೆ ಅವರ ಮಿನಿಸ್ಟರ್ಸ್ ಎಲ್ಲ ಬರುತ್ತಾರೆ. അപ്പോൾ ഇന്ന് പകൽക്കാലം ഓർക്കേണ്ട കാര്യം,
നമ്മുടെ മുമ്പിൽ യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ಅದೇ ರೀತಿ ನಮ್ಮ ಮುಂದೆ ಯೇಸು ಸ್ವಾಮಿ ആ മുമ്പിൽ യേശുവിനെ വെച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ. നമ്മുടെ പുറകിലല്ല യേശുവിനെ വെക്കേണ്ട, മുമ്പിലാണ്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയുള്ളവർക്കാണ് ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ്. പ്രതികൂലങ്ങൾ അന്നുമുണ്ട് ഇന്നുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. രാവിലെ ചന്ദ്രശേഖരൻ പാസ്റ്റർ വിളിച്ചു. ഞങ്ങളുടെ ബാംഗ്ലൂരിൽ ഒരാൾ സ്ഥിരം ഉണക്ക ഒരു BJP കാരനൊരുത്തനുണ്ട്. ഒരു BJPയിലെ ഒരു മെമ്പറാണ് ഞങ്ങൾക്ക് അവിടെ ആ ഹോളിന് വാടകയ്ക്ക് തന്നിരിക്കുന്നത്. അതല്ല, നമ്മുടെ ഹോമിന്റെ ആ ഭാഗത്ത് ഒരു വലിയ വീടൊക്കെ വെച്ചൊരു BJP കാരൻ കഴിഞ്ഞ ദിവസം ഹോമിൽ 2 പിന്നെ പോലീസുമായിട്ട് ഇവരുടെ ശബ്ദം കേൾക്കുന്നു, ഒച്ച കേൾക്കുന്നു ഒക്കെ പറഞ്ഞു. ഇന്ന് രാവിലത്തെ ആരാധനയ്ക്ക് 2 പോലീസ് അവിടെ വന്നു. ശബ്ദം കേൾക്കുന്നു പറയും, വലിയ ഒച്ച. ചന്ദ്രശേഖരൻ പാസ്റ്റർ ഞങ്ങൾ 6 വർഷമായിട്ട് ഇവിടെ ആരാധന നടക്കുന്നു, ആർക്കും ശല്യമൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അവരെ പറഞ്ഞയക്കുവാനിടയായി. നമ്മളതിൽ ഇടപെടാത്ത വിഷയം അത് ഇച്ചിരി മൂർച്ഛിച്ച് വന്നാൽ ഞാൻ അതിനകത്ത് ഇതാവും. അപ്പോൾ കാരണം പിന്നെ BJP കാരന്റെ വീട്ടിലാണ് നമ്മൾ അല്ലെങ്കിൽ ഹോളിലാണ് നമ്മൾ ആരാധന നടത്തുന്നത്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് നേരത്തെ, ആരെങ്കിലും വന്ന് ശല്യം ഉണ്ടാക്കി പറഞ്ഞാൽ, കാരണം അവരവിടുത്തെ റൗഡിസം ടീമുകളാണ്. ഞാൻ പറയുന്ന അതിലൊക്കെ ഉപരി നമ്മുടെ ദൈവം നമ്മളോട് കൂടെയുണ്ട്. ഈ ലോകത്തിലേക്ക് നമ്മൾ നോക്കുന്നതിന് ചന്ദ്രശേഖരൻ പാസ്റ്റർ അതാ പറഞ്ഞ്, ദൈവ സാന്നിധ്യം നമ്മളോട് കൂടെ ഉണ്ട്. ദൈവം അവിടെ പറഞ്ഞിട്ടാണ് നമ്മൾ അവിടെ ആരാധന നടത്തുന്നത്. ഇവിടെ ആരാധന നടത്തിയ ദൈവം പറഞ്ഞിട്ടാണ്. പ്രൈസ് ദി ലോർഡ്. ഈ ദേശത്ത് 50 BJP കാരാ വന്ന. പ്രൈസ് ദി ലോർഡ്. ഇപ്പൊ അവര് കാണുമ്പോ സല്യൂട്ടാണ് നമുക്ക് തരുന്ന. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ മുമ്പിൽ ദൈവമുണ്ടെങ്കിൽ സുവിശേഷ വേലയല്ല ഒന്നും നമുക്കൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. ജോലിയിൽ നമുക്ക് ഭയപ്പെടേണ്ട കാര്യമില്ല. ട്രാൻസ്ലേഷനിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞങ്ങളിവിടെ ആരംഭിച്ചു കഴിയുമ്പോൾ ഒരു ഭാഷ മലയാളം പോലും എനിക്ക് സംസാരിക്കാനില്ല. ദൈവം അന്ന് മുതൽ ഇന്ന് വരെ ട്രാൻസ്ലേഷൻ ആൾക്കാരെ തന്നോണ്ടിരിക്കുന്നു. അതായത് സുസലാൻഡി, രമ്യ, സൗമ്യ ഒക്കെ ആയിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഇങ്ങനെ മാറി മാറി ഓരോരുത്തരെ തന്നോണ്ടിരിക്കുകയാണ്. 2 പേര് പുറകോട്ട് മാറുമ്പോൾ ഒരാളെ ദൈവം മുമ്പോട്ട് കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. സഭ ദൈവത്തിന്റെ സഭയാണ്, തോമസ് പാസ്റ്ററുടെ സഭയല്ല. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ സഭയെ നടത്തുവാൻ ദൈവം കാലാകാലങ്ങളിൽ ആൾക്കാരെ തരും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മുമ്പിൽ ദൈവം നടക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഇവിടെ മോശ ഈ ജനത്തോട് പറയുകയാണ്, ജനം ഈ ജനത്തിന്റെ വാക്കെല്ലാം കേട്ട് ഇങ്ങനെ ഭാരപ്പെട്ട് പേടിച്ചിരിക്കുക. അവരോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, ജനമേ നിങ്ങൾ ഭ്രമിക്കേണ്ട, യഹോവ നമുക്ക് മുമ്പായി നടക്കും. എല്ലാവരും പറഞ്ഞു, എന്റെ മുമ്പിൽ യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. എന്റെ മുമ്പിൽ യേശു ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. ഞാൻ യേശുവിന്റെ സാന്നിധ്യം അനുഭവിച്ചറിയുന്നുണ്ട്. ഇന്ന് നമ്മുടെ മധ്യയിൽ യേശു വന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ എന്തിനെ ഓർത്താണ് ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനെ ഓർത്താണ് ഭാരപ്പെടുന്നത്? തലമുറകളെ ഓർത്താണോ? സാമ്പത്തികത്തെ ഓർത്താണോ? ജോലിയെ ഓർത്താണോ? സുവിശേഷ വേലയെ ഓർത്താണോ? ദൈവത്തിന്റെ ആത്മാവിന്റെ പകൽക്കാലം പറയുകയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. മോശ പറയുകയാണ്, എന്നാ പറഞ്ഞേ? വായിച്ചാട്ടെ. നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളുടെ മുമ്പിൽ നടക്കുന്നു. നിങ്ങൾ കാണുക. മിസ്രയീമിലും മരുഭൂമിയിലും ചെയ്തതുപോലെ ഒക്കെയും നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് അനേക കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നിട്ടുണ്ട്. ഈ പലരും ഭയപ്പെടാനുള്ള കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ കാലങ്ങളിൽ ദൈവം ചെയ്ത കാര്യങ്ങളെല്ലാം മറക്കും. മോശ അവരെ ഓർപ്പിക്കുക, കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ ദൈവം ചെയ്തു, നിങ്ങളതെല്ലാം മറന്നുപോയോ? ഇന്ന് പകൽക്കാലം ദൈവസഭയോടും ദൈവാത്മാവിൽ പറയുവാൻ, കഴിഞ്ഞ കാലങ്ങളിൽ എത്രയോ ഉപകാരങ്ങൾ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ചെയ്തു. അത് നമ്മൾ ഒരിക്കലും മറക്കണ്ട. പ്രൈസ് ദി ലോർഡ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. ഇനിയും ചിലത് ചെയ്യുമെന്ന്. പ്രൈസ് ദി ലോർഡ്. കഴിഞ്ഞ കാലങ്ങളിൽ അത്ഭുതം പ്രവർത്തിച്ച ദൈവം ഇനിയും ചിലത് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ആ മോശ നായകന്റെ ഒരു ഇത് കണ്ടോ, ഒരു കഴിവും അല്ലെങ്കിൽ ദൈവ സാന്നിധ്യവും കണ്ടോ? കുടുംബത്തിന്റെ നായകന്മാർ അവർ ധൈര്യമുള്ളവരായിത്തീരണം. സഭയെ ലീഡ് ചെയ്യുന്നവർ ചെറുതായിക്കൊള്ളട്ടെ വലുതായിക്കൊള്ളട്ടെ അവർ ധൈര്യമുള്ളവരായിത്തീരണം. ജോലി ചെയ്യുന്നവർ അവിടെ ധൈര്യം നിങ്ങൾക്ക് ഉണ്ടാകണം.
പക്ഷേ നമ്മുടെ മുമ്പിൽ കർത്താവിനെ വെച്ചെങ്കിൽ മാത്രമേ നടക്കൂ. ಆದ್ರೆ ನಾವು ಕರ್ತನನ್ನು ಮುಂದೆ ಇಕ್ಕಿದರೆ അടുത്തതായി 31-ാം വാക്യം. ഒരു മനുഷ്യൻ തന്റെ മകനെ വഹിക്കുന്നത് പോലെ നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു. കണ്ടോ, മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ അവരെ എന്ത് ചെയ്യും? തോളയിലെടുത്തോണ്ട് നടക്കും. ಮಕ್ಕಳು ಚಿಕ್ಕದಾಗಿರೋ ಅವರನ್ನು ಈ ರೀತಿ ಎತ್ತುಕೊಂಡು മോശ അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നും കൂടെ മനസ്സിലായിക്കോട്ടെന്ന് ഓർത്ത് പറയുക. ಅವರಿಗೆ ಅರ್ಥವಾಗಿಲ್ಲ, ಇನ್ನೊಂದ್ಸತಿ ಅರ್ಥವಾಗಲಿ ಎಂಬುದಾಗಿ ಮತ್ತೆ ഒരു മനുഷ്യൻ തന്റെ മക്കളെ വഹിക്കുന്നത് പോലെ ತಂದೆ ತಾಯಿ ಮಕ್ಕಳನ್ನು ವಹಿಸುವ ರೀತಿ നിങ്ങളുടെ എല്ലാ വഴികളിലും ನಿಮ್ಮ ಎಲ್ಲ ದಾರಿಯಲ್ಲಿ ഇവിടെ പറയുന്നുണ്ട്, നിങ്ങൾ ആ സ്ഥലത്ത് എത്തുവോളം ನೀವು ಆ ಜಾಗದಲ್ಲಿ ರೀಚ್ ಆಗೋವರೆಗೂ ദൈവം നമ്മളെ നടത്തും. ದೇವರು ನಮ್ಮನ್ನು ನಡೆಸುತ್ತಾನೆ. എത്ര പേർ വിശ്വസിക്കുന്നു? ಎಷ್ಟು ಜನ ನಂಬುತ್ತೀರಾ? സ്വർഗത്തിൽ എത്തുവോളം ദൈവം നമ്മളെ നടത്തുമെന്ന്. പഴയ നിയമ ഇസ്രായേലിൽ കനാൻ ദേശമായിരുന്നെങ്കിൽ ಹಳೆಯ ಒಡಂಬಡಿಕೆ ಇಸ್ರಾಯೇಲ್ ಮಕ್ಕಳಿಗೆ ಕನಾನ್ ದೇಶ പുതിയ നിയമ ദൈവസഭയിലെ ദൈവമക്കൾക്ക് സ്വർഗരാജ്യമാണ്. ಹೊಸ ಒಡಂಬಡಿಕೆಯಲ್ಲಿ ದೇವರು ಸತ್ಯ എത്ര പേർക്ക് ആ പ്രത്യാശയുണ്ട്? ആ പ്രത്യാശ നഷ്ടപ്പെട്ടെങ്കിൽ ಆ ಆಸೆ ನಿರೀಕ್ಷೆ ನಷ್ಟವಾಗಿ ആ പ്രത്യാശ പുതുക്കുവാനുള്ള ഒരു അവസരമാണ് കർത്താവിന്റെ മേൽ. ಸಮಯವಾಗಿದೆ. പ്രത്യാശ നഷ്ടപ്പെട്ട നമ്മൾക്ക് ನಮಗೆ ಏನಾದರೂ പ്രത്യാശ പുതുക്കണം. പ്രൈസ് ദി ലോർഡ്. ಯಾವುದನ್ನು ಹೊಸದಾಗಿ കർത്താവ് മരിച്ചുയർത്തേനേറ്റു വീണ്ടും രണ്ടാമത് വരുവാൻ പോവുകയാണ്. ಯೇಸು ಸ್ವಾಮಿ ಮತ್ತೆ ಎರಡನೇದಾಗಿ ಬರಲು ಪ್ರಾರ್ಥಿಸುತ್ತಾರೆ. അവരെ വീണ്ടും ധൈര്യപ്പെടുത്തുകയാണ്. ದೇವರು ಅವರನ್ನು ಧೈರ್ಯಪಡಿಸುತ್ತಾರೆ. അവരെ വീണ്ടും ശക്തിപ്പെടുത്തുകയാണ്. ಅವರನ್ನು ധൈರ್ಯಪಡಿಸುತ್ತಾರೆ. അടുത്തതായി നിങ്ങൾ ഈ സ്ഥലത്ത് എത്തുവോളം നടന്ന എല്ലാ വഴിയിലും നിങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളെ വഹിച്ചു നിങ്ങൾ കണ്ടുവല്ലോ എന്ന് പറയുന്നു. എന്നിട്ട് 30-ാം വാക്യത്തിന്റെ അവസാനം കാണുന്നു, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ಅಲ್ಲಿ 30ನೇ ಕೊನೆಯ ವಾಕ್ಯದಲ್ಲಿ ನೋಡಬಹುದು, ಯೆಹೋವ ನಿಮಗೋಸ್ಕರ ಯುದ್ಧವನ್ನು കണ്ടോ, ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദൈവമാണ്. ದೇವರು ನಮಗೋಸ್ಕರ ಯುದ್ಧ ಮಾಡುವ നമ്മുടെ വിഷയത്തിൽ ഇടപെടുന്ന ദൈവമാണ്. ನಮ್ಮ ವಿಷಯದಲ್ಲಿ ದೇವರು നമ്മുടെ തലമുറകൾക്ക് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. ದೇವರು ವಿಷಯದಲ್ಲಿ ದೇವರು ಪ್ರವರ್ತಿಸುತ್ತಾರೆ. നമ്മുടെ കുടുംബത്തിന് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. ಕುಟುಂಬಕ್ಕೋಸ್ಕರ നമ്മൾ ഭാരപ്പെടുന്ന വിഷയത്തിന് വേണ്ടി ഇടപെടുന്ന ദൈവമാണ്. ಭಾರಪಡುವ വിഷಯದ ಮೇಲೆ ದೇವರು ಪ್ರವರ್ತಿಸುತ್ತಾರೆ. അപ്പോൾ ദൈവം നമ്മുടെ മുമ്പിൽ നടക്കുന്നത് കൊണ്ട് ದೇವರು ನಮ್ಮ ಮುಂದೆ ನಡೆಯುವ ಕಾರಣ ദൈവം നമുക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ದೇವರು ನಮಗೋಸ್ಕರ ಯುದ್ಧ ಮಾಡುತ್ತಾರೆ. യുദ്ധം ചെയ്യുന്നവരെല്ലാം മുമ്പിലാണ് അവർ കാണുന്നത്. ಆಗ ಯುದ್ಧ ಮಾಡುವವರೆಲ್ಲ ಮುಂದೆ നായകന്മാരെല്ലാം മുമ്പിലായിരിക്കും. ಲೀಡರ್ಸ್ ಮುಂದೆ ಇರುತ್ತಾರೆ. കാരണം അവരാണ് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുന്നത്. ಅವರಾಗಿದೆ ಧೈರ್ಯವಾಗಿ ಲೀಡ್ ಮಾಡುವುದು. അപ്പോൾ ഇവിടെ പറയുകയാണ്, യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ಹೇಳುವುದು ಯೆಹೋವ ನಿಮಗೋಸ್ಕರ ಯುದ್ಧ ಮಾಡುತ್ತಾರೆ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. ಯೆಹೋವ ನಿಮಗೋಸ್ಕರ ಯುದ್ಧ അതുകൊണ്ട് ಮಾಡುತ್ತಾರೆ. സങ്കീർത്തനക്കാരൻ ദാവീദ് പറയുകയാണ്, ಕೀರ್ತನೆಗಾರನು ದಾವೀದನು 16:8 വായിച്ചാട്ടെ. 16ನೇ ಕೀರ್ತನೆ 8ನೇ ವಾಕ್ಯ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ വെച്ചിരിക്കുന്നു. ನಾನು ಯೆಹೋವನು ಯಾವಾಗಲೂ ನನ್ನ ಮುಂದೆ എന്നാ ദാവീദ് രാജാവ് പറയുകയാണ്, ದಾವೀದ ಅರಸನು ಹೇಳುತ್ತಿರುವುದು, തനിക്ക് പ്രശംസിപ്പാൻ പലതുമുണ്ട്. ಆತನಿಗೆ ಪ್ರಭುತ್ವದ ಅನೇಕ തനിക്ക് രാജ്യമുണ്ട്, പണമുണ്ട്, സേവകരുണ്ട്, നല്ല കുടുംബമുണ്ട്, കൊട്ടാരമുണ്ട്. ಹಣವಿದೆ, ದುಡ್ಡಿದೆ, ಎಲ್ಲವಿದೆ. എന്നാൽ ദാവീദ് പറയുകയാണ്, ಅದೇ ದಾವೀದ ಹೇಳುವುದು, ഞാൻ യഹോവയെ എപ്പോഴും എന്നെ ഒന്ന് വായിച്ചാട്ടെ. ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ കണ്ടോ, ഞാൻ യഹോവയെ എപ്പോഴും എന്റെ മുമ്പിൽ. ನಾನು ದೇವರು ಯಾವಾಗಲೂ ನನ್ನ ಮುಂದೆ ಇಕ್ಕಿದ್ದೇನೆ. ഇന്നലെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട അല്ലെങ്കിൽ ഇറാനിന്റെ ഭരണാധികാരി ಈ ಲೋಕದಲ್ಲಿ ಹೋಗಿರುವ ಇರಾನ್ನ 37 വർഷം ലോക രാജ്യത്തെ അല്ലെങ്കിൽ ഇറാനെ അടക്കി ഭരിച്ച വ്യക്തിയാണ്. 37 years ഈ ರೀತಿ ಇರಾನ್ ಅನ್ನು ಲೀಡ್ ಮಾಡಿದ್ದಾರೆ. അദ്ദേഹത്തിന്റെ കൊട്ടാരമൊക്കെ കാണിച്ചു, ഭയങ്കര കൊട്ടാരമാണ്. ದೊಡ್ಡ ಪ್ಯಾಲೇಸ್ ಆಗಿದೆ ಅವರದು. അതെല്ലാം തവിട് പൊടിയായി. ಅದೆಲ್ಲ ಡಿಸ್ಟ್ರಾಯ್ ಆಯ್ತು. അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവരെ തവിട് പൊടിയാക്കി. ಆತನ ಕುಟುಂಬದಲ್ಲಿ ಇರೋರೆಲ್ಲರೂ ನಾಶ ಮಾಡಿ. എന്നാൽ ദാവീദ് രാജാവ് പറയുകയാണ്, ഞാൻ യഹോവയെ എന്റെ മുമ്പിൽ ದಾವೀದ വെച്ചിട്ടുണ്ട്. ಹೇಳುತ್ತಿರುವುದು, ನಾನು ಯೆಹೋವನನ್ನ ಮುಂದೆ ഈ ലോകത്തിലെ സൗഭാഗ്യങ്ങളൊക്കെ ഇതുപോലെ ഇടിഞ്ഞു പോകും. പ്രൈസ് ദി ലോർഡ്. ಲೋಕದ ಸೌಭಾಗ್ಯವೆಲ್ಲ ಈ ಪ್ರಕಾರ ಡಿಸ್ಟ್ರಾಯ್ ಆಗುತ್ತೆ. അദ്ദേഹത്തെ പോലെ സമ്പന്നർ ഇവിടെ ആരും നമ്മളിൽ ആരുമില്ല. പ്രൈസ് ദി ലോർഡ്. ಆ ರೀತಿ ಅಷ್ಟು ದುಡ್ಡಿರುವುದು ಯಾರು ಇಲ್ಲಿ ಇರೋದಿಲ್ಲ. കണ്ടോ, എത്രയോ, കാരണം എവിടുന്നെല്ലാം ബോംബ് വന്നാലും അതിനെയൊക്കെ തകർക്കുവാനുള്ള ശക്തിയുണ്ട്. ಎಲ್ಲಿಂದ ಎಲ್ಲ ಅವರು ಯುದ್ಧ ಮಾಡಿ ಅದನ್ನೆಲ್ಲ ನಾಶ എന്നാൽ ಮಾಡಿ ക്ഷണത്തിൽ അതെല്ലാം തകർന്നു പോവാനിടയായി. ಸಮಯದಲ್ಲಿ ಅದೆಲ್ಲ ನಾಶ ഈ ಮಾಡಿ. ഭൂമിയിൽ നമ്മൾ കെട്ടിപ്പോക്കുന്ന സൗഭാഗ്യങ്ങളൊക്കെ അങ്ങനെയാണ്. ಈ ಲೋಕದಲ್ಲಿ ನಾವು ಕಟ್ಟುವ ಎಲ್ಲ ಸೌಭಾಗ್ಯ എല്ലാം തകർന്നു പോകും. പ്രൈസ് ദി ലോർഡ്. ಒಂದು ಸಮಯವಾಗ എന്നാൽ നമുക്കൊരു നിത്യരാജ്യ കർത്താവ് ഒരുക്കി. ಆದ್ರೆ ನಮಗೆ ಒಂದು ನಿತ್ಯ ರಾಜ್ಯ ಕರ್ತನಗೋಸ್ಕರ ആ സ്ഥലത്തെത്തുവോളം ಆದ್ರೆ ಆ ಜಾಗದಲ್ಲಿ ആ സ്ഥലത്തെത്തുവോളം ನಾವು ಸ್ವರ್ಗದಲ್ಲಿ ಹೋಗುವವರೆಗೆ ദൈവം നമ്മളെ പരിപാലിക്കുന്ന ദൈവം. ದೇವರು ನಮ್ಮನ್ನು ಪರಿಪಾಲಿಸುತ್ತಾರೆ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ಕಣ್ಣುಗಳನ್ನು ಮುಚ್ಚುತ್ತಾರೆ. എത്ര പേർക്ക് സന്തോഷം. ಯೇಸುವಿಗೆ ಸಂತೋಷವಿದೆ. എന്റെ യേശു എന്റെ മുമ്പിൽ. ನನ್ನ ಯೇಸು ನನ್ನ ಮುಂದೆ ಇದೆ. എനിക്കൊന്നും ഭയപ്പെടാനില്ല. ನನಗೆ ಏನು ಭಯಪಡಲಿಲ್ಲ. എന്റെ കർത്താവ് എന്റെ മുമ്പിലുണ്ട്. ನನ್ನ ದೇವರ ಮುಂದೆ ಇದೆ. ഇന്ന് പകൽക്കാലം നമുക്ക് കർത്താവിനോട് പറയാം.